ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ സിറ്റി എന്ന സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഭരണാധിപനുമായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവസന്നിധിയിലേക്ക് യാത്രയായി എന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ് സ്വീകരിച്ചത്. ഏതാനും മാസങ്ങളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയുമായിരുന്നു. മരണശയ്യയിൽ നിന്ന് സജീവമായ ജീവിതത്തിലേക്ക് വരികയും ഈസ്റ്റർ ശുശ്രൂഷകളിൽ പങ്കെടുത്ത വാർത്തകൾ കാണുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ നിശ്ചയമനുസരിച്ച് ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധൻ കൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നു. കത്തോലിക്ക സഭയിൽ മാറ്റത്തിൻ്റെ കാഹളം മുഴക്കിയ, എന്നാൽ ജനഹൃദയങ്ങളിൽ സജീവമായി കുടികൊണ്ട ഒരു പിതാവാണ് ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നത്. യാഥാസ്ഥിതികമായ നിലപാടുകൾ വെച്ച് പുലർത്തുന്ന അനേക കാര്യങ്ങളിൽ കാലത്തിൻ്റെ ചുവരെഴുത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. സ്ത്രീകൾക്ക് പട്ടത്വം നൽകുന്നത് സംബന്ധിച്ച് സ്വർഗ അനുരാഗികളായ ആളുകളെ സഭയിൽ പങ്കെടുപ്പിക്കുന്നതും കൂദാശകൾ അവർക്ക് നൽകുന്നതിനെ ഒക്കെ സംബന്ധിച്ച് വ്യക്തിപരമായ രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുകയും സഭയുടെ നിലപാടുകളോട് ചേർന്ന് വരുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. അത്തരത്തിൽ ചിന്തിക്കുവാനും ധീരമായ ചില ചുവടുവയ്പ്പുകൾ നടത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. സഭയുടേതായ തീരുമാനങ്ങളിൽ അതിന് എന്ത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാമെന്ന് പിന്നീടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ്. അങ്ങനെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സഭയെ കൊണ്ടുവന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിൽ, ആഗോളതലത്തിൽ സഭയ്ക്ക് പ്രസക്തി ഉണ്ടാകുവാൻ തക്കവണ്ണം വളരെ പോസിറ്റീവായി ചിന്തിച്ച ഒരു പിതാവാണ് അദ്ദേഹം. ജനഹൃദയങ്ങളിൽ എന്നും ഉണ്ടാകും. ആ പുഞ്ചിരിക്കുന്ന ഹൃദയം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ആ വിനയാന്വിത ഭാവമുള്ള ആ പിതാവ് എന്നും ജനഹൃദയങ്ങളിൽ ഉണ്ടാകും. വ്യക്തിപരമായി അദ്ദേഹത്തോട് അടുപ്പവും സ്നേഹവും ഉണ്ടാകുവാൻ തക്കവണ്ണം വലിയ അനുഗ്രഹവും എനിക്ക് ലഭിച്ചു. 2023 ഒക്ടോബർ മാസത്തിലും 2024 ഒക്ടോബർ മാസത്തിലും വത്തിക്കാനിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ 16ാമത് ആഗോള കത്തോലിക്ക സഭയുടെ ഓർഡിനറി സുന്നോദോസിൽ മലങ്കര ഓർത്തഡോക്സ് ശ്രീനാനി സഭയുടെ പ്രതിനിധിയായി പങ്കെടുക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അദ്ദേഹത്തോട് ഒപ്പം ചേർന്നിരിക്കുവാനും ആരാധനയിൽ പങ്കുകൊള്ളുവാനും പ്രത്യേകമായ ക്ഷണിതാവായി മറ്റുള്ളവരോടൊപ്പം തന്നെ കൂടുവാനും ഒക്കെ അനുഗ്രഹം ലഭിച്ചു. പല ദിവസങ്ങളിലും വത്തിക്കാനിൽ നടക്കുന്ന സുന്നോദോസിൻ്റെ സെഷനിൽ മറ്റുള്ളവർ ആരാധന കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ പിതാവ് വേദിയിൽ എത്തും. അപ്പോൾ അവിടെ താമസിക്കുന്നിടത്തുനിന്ന് അല്പം നേരത്തെ തന്നെ വരുന്ന ഞാൻ പേഴ്സണലി അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഇറ്റാലിയൻ ഭാഷയാണ് കൂടുതൽ വശം, മാതൃഭാഷയൊക്കെ കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അത്ര വശമല്ല. റോമിൽ 5 വർഷം താമസിച്ച് പഠിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതുകൊണ്ട് ഇറ്റാലിയൻ ഭാഷയിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ കൂടുതൽ ഒരു സന്തോഷവും വളരെയധികമുള്ള ആത്മബന്ധവും പുലർത്താൻ തക്കവണ്ണം സാധിച്ചു. അത് പല ദിവസങ്ങളിലും പല സന്ദർഭങ്ങളിലും അങ്ങനെ ഉണ്ടാകുവാൻ ഇടയായിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൽ നിന്ന് പിരിയുമ്പോൾ അദ്ദേഹം വളരെ പുഞ്ചിരിയോടെ ആവശ്യപ്പെടുന്നത് പ്രഗാ പെർ മേ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അദ്ദേഹം ആവശ്യപ്പെടുമായിരുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് എന്നെപ്പോലെ ഒരാളിനോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രാർത്ഥന ആവശ്യമുണ്ടായിട്ടല്ല, എന്നാൽ അതിൽ കൂടുതലായ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിനയാന്വിത ഭാവത്തെയുമാണ് ഞാൻ അതിൽ കൂടെ കാണുവാനായിട്ട് ശ്രമിച്ചത്. മലങ്കര ഓർത്തഡോക്സ് ശ്രീനാനി സഭയുടെ ഒരു നല്ല സ്നേഹിതനും എക്യുമെനിക്കൽ ബന്ധത്തിൻ്റെ ഒരു വലിയ നേതാവുമായിരുന്നു അദ്ദേഹം. എല്ലാ ക്രിസ്തീയ സഭകളോടും വളരെ സ്നേഹപൂർവമായ ഒരു ബന്ധം നിലനിർത്തിയിരുന്നു ഈ ആത്മീയ പിതാവ്. മാത്രവുമല്ല, ലോകത്തിലെ എല്ലാ മതങ്ങളെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുവാനും അതിലുള്ള നന്മകളെ സംശീകരിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവപ്രവർത്തിയിലൂടെ
വ്യാപനവും എപ്രകാരം എവിടെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള സാധ്യത അദ്ദേഹം ആരാഞ്ഞുകൊണ്ടിരുന്നു. ഈ രണ്ട് ധീരമായ സ്നേഹപൂർവമായ ദൈവസ്നേഹത്തിൻ്റെ പ്രതിസ്പന്ദനമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ചരിത്രത്തിൽ എന്നും ഇടം നൽകും. പിതാവേ, സമാധാനത്തോടെ ദൈവസന്നിധിയിലേക്ക് പോകുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ആ പാതാരവിന്ദങ്ങളിൽ എൻ്റെ ആദരാജ്ഞലികൾ, ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഉള്ളൂ. ഇപ്പോൾ ദുഃഖത്തിലും വിലാപത്തിലുമായിരിക്കുന്ന സഭയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുവാൻ ഈ പിതാവിൻ്റെയും കൂടെ മധ്യസ്ഥതയിൽ ഉത്തമനായ ഇടയനെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റോമിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പായും ഇതുപോലെ ഈസ്റ്റർ സന്ദർഭത്തിലാണ് കടന്നുപോയത്. ആ സംസ്കാരത്തിലൊക്കെ പങ്കെടുക്കുവാൻ ഇടയായ ഒരു വ്യക്തി പുതിയ പോപ്പിനെ ബെനഡിക്റ്റ് 16 തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ വത്തിക്കാനിലുണ്ടായിരുന്ന ആ ചടങ്ങിലും പങ്കെടുക്കുവാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഈസ്റ്റർ കഴിഞ്ഞ് പാതാള ഗോപുരങ്ങളെ തകർത്ത് മരണത്തിന്മേൽ വിജയം വിരിച്ച കർത്താവിൻ്റെ പുനരുദ്ധാനം, അത് നൽകുന്ന മരണാനന്തര ജീവിതത്തിൻ്റെ അനന്ത സാധ്യതകൾ സഭ പാടിയും പ്രാർത്ഥിച്ചും പ്രഘോഷിച്ചും പ്രവർത്തിച്ചും ലോകത്തിൽ പുതിയ വാതിലുകൾ തുറക്കുമ്പോൾ ഇതിനെല്ലാം നേതൃത്വം നൽകിയ നമ്മുടെ ആത്മീയ പിതാവ് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നു. അത് നന്മയുടെ ഒരു തുറവിയായി